ഓണസദ്യയിലെ രണ്ടാമത്തെ ഐറ്റമായ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റായിട്ട് ഒരു 6-7 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ വിഭവങ്ങളും ഞാൻ അങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്, 6-7 പേർക്ക് പറ്റുന്ന രീതിയിൽ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 8 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അതിന് ശേഷം അതെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പി കളഞ്ഞതിന് ശേഷം ഒരു നാരങ്ങ 4 പീസായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നന്നായിട്ട് നാരങ്ങയിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. നമുക്കൊരു ചട്ടി അടപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി നീളത്തിൽ കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂണോളം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂണോളം കാന്താരിമുളക് നെടുകനെ പിളർന്നത്, ഇത്ര ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ആ ചട്ടിയുടെ ചൂട് മാത്രം മതി നമുക്ക്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കണം. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. നമ്മുടെ നാരങ്ങ പിക്കിളിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കും. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ പരിപാടി. ഇനി നമുക്കിത് ഇങ്ങനെ തിക്കായിട്ടല്ല വേണ്ട, കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം വേണ്ടെങ്കിൽ ചേർക്കണ്ട. നല്ല അടിപൊളി ടേസ്റ്റി നാരങ്ങ അച്ചാറാണ്. ഇത്തവണത്തെ ഓണസദ്യക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നാരങ്ങ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ നാരങ്ങ അച്ചാർ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒരാഴ്ച മുമ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒട്ടും തന്നെ കേടാകില്ല. നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കേടാകാതെ ഇരുന്നോളും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത ഓണ വിഭവമായി കാണാം. താങ്ക് യു.